ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിന്റെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. LBS സൈറ്റിൽ കയറിയതിനു ശേഷം അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീം 2025 എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഓൾറെഡി മുന്നേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതോടെ ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ 25 തീയതി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി വരാനുള്ളത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് അതർ പാരാമെഡിക്കൽ സ്ട്രീം 2025 ഏതൊക്കെ കോളേജസിലാണ് ഈ വർഷം അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് എന്നത് നമുക്ക് ഇതിലൂടെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഡിപ്ലോമ ഇൻ MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സസിലേക്ക് ഏതൊക്കെ കോളേജ് വന്നിട്ടുണ്ട് എന്നത് ഇതിലൂടെ കാണാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജസും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസും വന്നിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം സീറ്റുകളാണ് ഉള്ളത്, മാനേജ്മെന്റ് സീറ്റ് ഏതൊക്കെയാണ്, ഗവൺമെന്റ് സീറ്റ് ഏതൊക്കെയാണ്, ഫീസ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ആ കോളേജിലേക്ക് വിളിക്കേണ്ട കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കോളേജസിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ 36 സീറ്റ് വരുന്നുണ്ട്. അതിൽ സ്റ്റേറ്റ് മെറിറ്റ് സ്റ്റുഡൻസിന് 15 സീറ്റും, അതുപോലെ SC സ്റ്റുഡൻസിന് 16 സീറ്റും, ST സ്റ്റുഡൻസിന് 4 സീറ്റും, EWS സ്റ്റുഡൻസിന് 1 സീറ്റുമാണ് റിസർവേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്ത് ഈ ഒരു കാര്യം കൂടെ നോക്കിയതിന് ശേഷം വേണം ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഒരു ട്രിക്ക് ഈ റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് സ്റ്റേറ്റ് മെറിറ്റ് വരുമ്പോൾ ബാക്കി എല്ലാ കാറ്റഗറിയും അതിൽ ആഡ് ചെയ്യപ്പെടും. എല്ലാ കാറ്റഗറിയും നോക്കിയിട്ട് 15 സീറ്റ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും. എന്നാൽ SC സ്റ്റുഡൻസിന് 16 സീറ്റുകളുണ്ട്. അപ്പോൾ SC സ്റ്റുഡൻസിന് ഇങ്ങനെ സീറ്റ് റിസർവേഷൻ ഉണ്ട് എന്ന് കൊടുത്തിരിക്കുന്ന കോളേജിൽ പ്രയോറിറ്റി ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ ഇഷ്ടമുള്ള കോഴ്സ് ആണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് പ്രയോറിറ്റി ചെയ്യാവൂ. നിങ്ങൾക്ക് അല്ലാതെ ഇഷ്ടമില്ലാത്ത കോഴ്സസ് ആണ് ഉണ്ടെങ്കിൽ റിസർവേഷൻ ഉണ്ടെങ്കിലും അത് പ്രയോറിറ്റി ചെയ്യാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ഇൻട്രസ്റ്റും ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസും കോളേജസും, അതായത് നിങ്ങൾക്ക് പോയി വരാൻ എളുപ്പമുള്ള കോളേജസ് ആയിരിക്കും കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടം. കുറച്ച് കുട്ടികൾക്ക് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് പഠിക്കണം, വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, ഹോസ്റ്റലിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള പല രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അതൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ കോഴ്സും കോളേജസും ഒക്കെ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഓരോ കോഴ്സസിന്റെയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും വേണം. കാരണം നമുക്ക് അഡ്മിഷൻ മാത്രം കിട്ടിയാൽ പോരാ, അത് മുന്നോട്ട് പഠിച്ച് പാസ്സാവുകയും വേണം എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. ഈ കോളേജസിലും ഗവൺമെന്റ് സീറ്റ് വരുന്നത് മാത്രമാണ് LBS ത്രൂ സ്റ്റുഡൻസിനെ എടുക്കുന്നത്. മാനേജ്മെന്റ് സീറ്റ് വരുന്നത് കോളേജിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്നവർക്കായിരിക്കും. അതായത് എക്സാമ്പിൾ ഇപ്പോൾ 30 സീറ്റ് മാനേജ്മെന്റും മെറിറ്റുമായിട്ട് ടോട്ടൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ 15 സീറ്റ് മെറിറ്റ് ആയിട്ട് LBS ത്രൂവും ബാക്കി 15 സീറ്റ് മാനേജ്മെന്റ് ത്രൂ ആയിരിക്കും. ഈ 15 സീറ്റിലേക്ക് മാത്രമേ LBS ത്രൂ കുട്ടികളെ എടുക്കത്തുള്ളൂ. ബാക്കി 15 സീറ്റ് നിങ്ങൾക്ക് ഡൊണേഷൻ ഒക്കെ കൊടുത്ത് ഡയറക്റ്റ് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ പല കോളേജസിലും ഈ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ഏതാണോ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയുള്ള നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഓരോ കോളേജിലും ഡയറക്റ്റ് വിളിച്ച് എത്രത്തോളം സീറ്റുകൾ മാനേജ്മെന്റിനുണ്ട്, എങ്ങനെയാണ് എടുക്കേണ്ടത്, പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓരോ കോളേജസിലും ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് വേണ്ടി നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് കോളേജിലേക്ക് വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BSc നഴ്സിംഗിനെ പോലെ ഒരുപാട് സീറ്റുകളൊന്നും തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ ആൻഡ് ഓൾസോ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിനില്ല. പാരാമെഡിക്കൽ ഡിപ്ലോമ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ആർക്കൊക്കെ കിട്ടാനുള്ള സാധ്യത എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഇതിൽ പല കോളേജസിലും ഇത്ര റിസർവേഷനുള്ള സ്റ്റുഡൻസിനെ ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് ഓൾറെഡി കോളേജ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു റിസർവേഷൻ ഉള്ള കാറ്റഗറി സ്റ്റുഡൻസിന് അത് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണ്, ഇഷ്ടപ്പെട്ട കോളേജ് ആണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി ചെയ്ത് വെക്കാൻ കൂടി സാധിക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെ കൂടി ചെയ്ത് നോക്കുക. ഇതുവരെയും ഒരു അലോട്ട്മെന്റും കിട്ടാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാകും, മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ ഈ ഒരു റിസർവേഷൻ ബേസിലെങ്കിലും നിങ്ങൾക്ക് കയറി പറ്റണം എന്നുണ്ടെങ്കിൽ ഈ
ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി ഈ ഒരു അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് നോക്കി ആർക്കൊക്കെ എവിടെയൊക്കെയാണ് റിസർവേഷൻ എന്നുള്ളത് നോക്കി മനസ്സിലാക്കി ആ ഒരു കോളേജസ് പ്രയോറിറ്റി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി കിട്ടാൻ സാധ്യത കൂടുതലായി മാറുന്നതായിരിക്കും. റിസർവേഷൻ കിട്ടുന്ന ബേസിസിൽ തന്നെ സ്റ്റേറ്റ് മെറിറ്റിലും ആ ഒരു കോളേജസിൽ കുട്ടികളെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിനെല്ലാം തന്നെ ആ ഒരു സീറ്റിലേക്ക് വേണ്ടിയിട്ടും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓപ്ഷൻസ്. അതുപോലെ തന്നെ മറ്റ് PNC, MA, KMCS, FNCK, SPMA ഈ അസോസിയേഷൻ പോലെ ഇത്ര ഓപ്ഷൻസ് മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്നൊരു രീതിയില്ല. ആ ഒരു പോളിസി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് മുഴുവനായും വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അതായത് ഓപ്ഷൻസ് വെക്കുന്നതിൽ ലിമിറ്റ് ഇല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഓപ്ഷൻസും വെച്ച് കഴിഞ്ഞാൽ കൂടിയും നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അല്ലായിരിക്കാം ചിലപ്പോൾ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അഡ്മിഷൻ എടുക്കണം എന്ന് ഉറപ്പിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. അതിനുവേണ്ടിയാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിന് ശേഷം കോളേജ് അപ്രൂവൽ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനുശേഷം മെയിൻ റാങ്ക് ലിസ്റ്റ് വരും. അതുപോലെ തന്നെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും പരാതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ lbstvpm@gmail.com എന്ന മെയിലിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ ID എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. നിങ്ങളുടെ പരാതി എന്താണ്, ഇപ്പൊ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇന്ന സബ്ജക്റ്റിന് ഇന്ന മാർക്ക് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ആ സബ്ജക്റ്റിന്റെ യഥാർത്ഥ മാർക്ക് എന്താണെന്നും കൂടി നിങ്ങൾ അതിൽ ആഡ് ചെയ്ത് അവർക്ക് മെയിൽ അയക്കുക. ഓക്കെ, നിങ്ങളുടെ മെയിലിൽ നിന്ന് തന്നെ അയക്കുക. അതുപോലെ തന്നെ മെയിൽ അയച്ചത് സെൻഡ് ആയോ എന്ന് റീചെക്ക് ചെയ്യുക. അതുപോലെ പല കുട്ടികൾക്കും മെയിൽ അയക്കാൻ പറ്റുന്നില്ല എന്നൊരു കമന്റ് കണ്ടിരുന്നു. Gmail നിങ്ങൾ അപ്ഡേറ്റ് കൂടി ചെയ്യാട്ടോ. പല കുട്ടികളും ആ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം മെയിൽ അയക്കാൻ പറ്റാത്തവരാണ്. അതുകൊണ്ടാണ് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പല കുട്ടികൾക്കും അറിയില്ല ഓരോ കോഴ്സും എന്തിന്റെ കോഴ്സാണ്, എങ്ങനെയാണ് ഇതിന്റെ പഠിക്കേണ്ടത്, ഇതിൽ എന്തൊക്കെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത് എന്നൊന്നും മനസ്സിലാക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഏതെങ്കിലും കോഴ്സ് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും പഠിച്ചോളാന്നും പറഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിട്ടും ഓരോ ആൾക്കാർ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാനും കുറച്ച് കോഴ്സസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് അത് കാണാം. അല്ലാത്ത പക്ഷം വേറെ യൂട്യൂബ് ചാനലിൽ കോഴ്സ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പറ്റുമോ ഈ കോഴ്സ്, നമുക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, നമ്മൾ ഡെഡിക്കേറ്റഡ് ആണോ എന്നതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് കയറാനായിട്ട്. കാരണം ഈ ഒരു കോഴ്സ് നമ്മൾ മെഡിക്കൽ ഫീൽഡ് പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നമ്മുടെ ലൈഫ് ടൈം ജോലി എന്ന് പറയുന്നത് അതായിരിക്കും. അതായത് ഇപ്പോൾ നഴ്സിംഗ് ആണ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം നേഴ്സായിട്ട് നിൽക്കണം. പക്ഷേ നഴ്സിംഗ് പഠിച്ച എല്ലാവരും നേഴ്സായി മാറുന്നില്ല, അതായത് നല്ലൊരു നേഴ്സായി മാറുന്നില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടും കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി പഠിക്കുന്ന കുട്ടികൾ നല്ലൊരു നേഴ്സായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ എങ്ങനെയെങ്കിലും പാസ്സായി ഒരു നേഴ്സ് ആകണം എന്നുള്ളവർക്ക് അങ്ങനെയും പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇൻട്രസ്റ്റ് ഏത് ഫീൽഡിലാണെന്നും നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ വേണ്ടി കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ അറിയിക്കാം. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.